വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ ഭക്തരിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയ്ക്കിടയിൽ നമ്മോട് ഇടയിൽ നിന്ന് മരണപ്പെട്ട പ്രിയപ്പെട്ട ആരിസ്കയുടെയും സലാംകയുടെയും ഒക്കെ പിതാവ്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തിന്റെ 17കാരനായ മകൻ പെട്ടെന്നൊരു ദിനം കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ടു. അല്ലാഹു ആ കുടുംബത്തിന് സ്വബറും അവൻ സ്വർഗവുമൊക്കെ പകരമായി നൽകുമാറാവട്ടെ. വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. കഴിഞ്ഞ 2 ഖുതുബകൾക്കിടയിൽ നമ്മൾ പറഞ്ഞു വച്ചത്, ഒരു മനുഷ്യൻ രോഗിയാകുമ്പോൾ, ഏത് രോഗവുമാകാം, അയാൾക്ക് ലഭിക്കുന്ന 10 പ്രതിഫലങ്ങളാണ് നമ്മൾ കഴിഞ്ഞൊരു ഖുതുബയിൽ പറഞ്ഞത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഖുതുബയിൽ നമ്മൾ രോഗികൾക്ക് മാതൃകയായി മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നിന്നുള്ള ചില പാഠങ്ങളാണ് തൊട്ടടുത്ത ഖുതുബയിൽ മനസ്സിലാക്കിയത്. ഇന്ന് ഒരാൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ, രോഗിയല്ല ആരോഗ്യമുള്ള ഒരാൾ രോഗിയെ സന്ദർശിക്കുന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്ന 10 ഗുണങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. തുടർന്ന് രോഗിയെ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും പരിചരണവുമൊക്കെയായി തുടർന്ന് ചില കാര്യങ്ങൾ പറയാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗിയെ കാണുന്നയാളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, അവർ ചെയ്യുന്നത് ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുക എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു ഒരു രോഗിയെ കാണുക എന്നത്. അങ്ങനെ ഞാൻ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാകും, അതിനിപ്പോൾ നാട്ടിൽ പോവണ്ടേ? നാട്ടിലൊന്നും പോവണ്ട, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അവരെ കാണാതെയാകുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ നീയത്തുകൾ, പറയാൻ പോകുന്ന നീയത്തുകൾ ഉണ്ടാവണം എന്ന് മാത്രം. അന്ന ഉലാമൻ യഹൂദിയൻ കാന യഖ്ദുമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഉലാം എന്ന ഒരു പദപ്രയോഗമാണ് ഹദീസിലുള്ളത്. ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് വിട്ട് ഒരു 6 വയസ്സ് 8 വയസ്സിനൊക്കെ ഇടയിലുള്ള ഒരു കുട്ടിയെ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിരുന്നു എന്നാണ്. അപ്പൊ വയസ്സാവണമെന്നില്ല, ബന്ധു ആവണം, ഇങ്ങനെയൊന്നും ഇല്ല എന്നതിന് മനസ്സിലാവാൻ പറ്റും. അവന് രോഗമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ചെന്നിട്ട് കണ്ടു. എന്നിട്ട് പറഞ്ഞു, അസ്ലിം, മുസ്ലിമായിക്കോ. ആ കുട്ടി ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി കുട്ടിയെ അബുൽ ഖാസിമിനെ അംഗീകരിക്കാൻ പറഞ്ഞു. കുട്ടി മുസ്ലിമായി. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയായിരുന്നു രോഗികളായ ആളുകളെ കാണുക. ഹദീസിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് പേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിസിറ്റ് ചെയ്തതായി, രോഗത്തിന്റെ സമയങ്ങളിൽ വിസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേത്, ഒരു മുസ്ലിമായ ആൾക്ക് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണ്. ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ 6 എന്ന് പറയുന്നിടത്ത് രോഗിയായാൽ കാണുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നുള്ളതാണ്. മൂന്നാമത്തേത്, പണ്ഡിതന്മാർ പറഞ്ഞു, നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾ ബോധ്യപ്പെടുമെന്നാണ്.
അവര് പറഞ്ഞു വെച്ചൊരു വാക്ക് ഇങ്ങനെ കാണാം, സുരിസ്സിജിന മറത്തം ഫിൽ ഉംരി ലിതഅരിഫ ഫളലല്ലാഹി അലൈക ഫിൽ ഹുദിയ്യ. നീ ഒരിക്കലെങ്കിലും ജയിലൊന്ന് പോയി കാണണം. ആയുസ്സിൽ ഒരു തവണയെങ്കിലും ജയിലിൽ പോയി കണ്ടാൽ നിനക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തിന്റെ വില നിനക്ക് മനസ്സിലാകും. അപ്പൊ ആൾക്കാർ പറയും ജയിലിലാണ് ഇപ്പൊ ഏറ്റവും നല്ല ഫുഡൊക്കെ ലഭിക്കണേ. പക്ഷെ എങ്കിലും എന്തില്ല അറിയാം, സ്വാതന്ത്ര്യം എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ്. വസുരിൽ മഹ്കമ മറത്തൻ ഫിൽ ആം, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കോടതിയിൽ നീ പോകണം. എങ്കിൽ ലിതഅരിഫ ഫളലല്ലാഹി അലൈക ഹുസ്നുൽ ഖുൽഖ്, നിനക്ക് നല്ല സ്വഭാവം അള്ളാഹു തന്നതിന്റെ ഗുണം നിനക്ക് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും കോടതിയിൽ പോയി നോക്കിയാൽ നിനക്ക് കാണാൻ പറ്റും. വസുരിൽ മുസ്തഷ്ഫ മറത്തൻ ഫിൽ ശഹരി, മാസത്തിൽ ഒരിക്കലെങ്കിലും നീ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യണം. ലിതഅരിഫ ഫളലല്ലാഹി അലൈക ഫിസ്സിഹത്തി വൽ ആഫിയ, നിനക്ക് അല്ലാഹു തന്ന സിഹത്തും ആഫിയത്തും ഒക്കെ മനസ്സിലാക്കാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ഹോസ്പിറ്റലുകൾ വിസിറ്റ് ചെയ്യുക എന്നാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പൂന്തോട്ടങ്ങൾ നീ പോയി കണ്ടാൽ ഈ പ്രകൃതിയെ അള്ളാഹു നിനക്ക് സംവിധാനിച്ചതിന്റെ മഹത്വം നിനക്ക് മനസ്സിലാകും. ദിവസത്തിൽ ഒരിക്കലെങ്കിലും നീ ഒരു മക്തബ, ലൈബ്രറി സന്ദർശിച്ചാൽ, ഇന്ന് പ്രത്യേകിച്ച് വായിക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു ദിനമൊക്കെയായി ആചരിക്കപ്പെടുന്നതാണ്. ഇസ്ലാം വായനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തുടങ്ങിയത്. അവിടെ ഈ മക്തബ സന്ദർശിച്ചാൽ നിനക്ക് അല്ലാഹു ബുദ്ധി തന്നതിന്റെ മഹത്വം നിനക്ക് മനസ്സിലാകും. എന്നിട്ട് അവരിങ്ങനെ കൂടി പറഞ്ഞു, വസുർ റബ്ബക, നിന്റെ റബ്ബിനെ നീ എപ്പോഴും വിസിറ്റ് ചെയ്തോ. കുല്ല ആനിൻ ലിതഅരിഫ ഫളലഹു അലൈക ഫീ നിഅമിൽ ഹയാത്ത്, നിനക്ക് ഈ ഹയാത്തിൽ അല്ലാഹു തന്ന നിഅമത്തുകളൊക്കെ നിനക്ക് മനസ്സിലാകുമെന്നാണ്. അതുകൊണ്ട് രോഗികളെ കണ്ടാൽ നമുക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾ ബോധ്യപ്പെടാൻ കാരണമാകുമെന്നാണ്. നാലാമത്, രോഗിയെ സന്ദർശിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന പുണ്യങ്ങളിൽ അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ കണ്ടെത്താൻ പറ്റുമെന്നാണ്. വിശാലമായൊരു ഹദീസിൽ മഹാനായ അബൂ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ അസ്സ വജൽ യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ റബ്ബ് പറയുന്നതാണ്. നാളെ ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബ് പറയും, യബ്ന ആദമ മരിൽതു ഫലം തഅദുനി, ഞാൻ രോഗിയായി നീ എന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന് ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്. കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, പിന്നെ ഞാൻ എങ്ങനെ എന്നെ വിസിറ്റ് ചെയ്യും, എനിക്ക് നിന്നെ എങ്ങനെ കാണാൻ പറ്റുമെന്നാണ്. അതിന് അള്ളാഹു ആ മനുഷ്യനെ ഇവിടുന്ന് ചെയ്യാനേ പറ്റുള്ളൂ, പരലോകത്ത് തിരിച്ചു വരാൻ പറ്റൂല. അയാൾ പറയുന്ന, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഅദുഹു, നിനക്കറിയാമായിരുന്നു ഇന്നാള് രോഗിയാണെന്ന്, നീ അവനെ കണ്ട്. നാട്ടിൽ ചിലപ്പോൾ കല്യാണത്തിനൊക്കെ നമ്മൾ റിസ്ക് എടുത്തു പോകും. രോഗിയായ ആൾക്കാരെ കാണാൻ റിസ്ക് എടുത്ത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല, അങ്ങനെ പോകാറില്ലേ എന്നാണ് നമ്മൾ ആലോചിക്കണം. കല്യാണത്തിന് പോയിട്ടില്ലെങ്കിൽ മോശമല്ലേന്നാ, പക്ഷെ അതിനേക്കാൾ പ്രതിഫലം. എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്ന, അമാ അലിംത ലൗ അൻഉതഹു ലവജതനി ഇൻദഹു, നീ ആ രോഗിയെ പോയി കണ്ടിരുന്നെങ്കിൽ നിനക്ക് അവന്റെ അടുക്കൽ എന്നെ കാണായിരുന്നു. അള്ളാഹ് അവിടെ ഉണ്ട് എന്നല്ല, അള്ളാഹുവിന്റെ സാന്നിധ്യം അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്നാണ്. അഞ്ചാമത്തേത്, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നാണ്. മഹാനായ അബൂ ഫാഹിത അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ നിന്നപ്പോ അഖദ അലിയും ബിയദി, അബൂ ഫാഹിത തന്റെ കൈ അലി ഇബ്നു അബി ത്വാലിബ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇൻ ത്വലിക് ബിനാ ഇലാ ഹസൻ നഊദുഹു, അലി റളിയല്ലാഹുവിന്റെ മകൻ ഹസൻ ഹുസൈനൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണിപ്പോ, നമുക്ക് അവനെ ഒന്ന് കാണാൻ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അബൂൽ ഫാഹിതയും അലി ഇബ്നു അബി ത്വാലിബ്, അലി റളിയല്ലാഹുവിന്റെ മകനാണല്ലോ, ഇങ്ങനെ കാണാൻ വേണ്ടി പോയി. ഫവജദനാ ഇൻദഹു അബാ മൂസൽ അശ്അരി, അവിടെ ചെന്നപ്പോ ഹസനിന്റെ അടുക്കൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉണ്ട്. ബാപ്പ മകനെ കാണാൻ പോവാണ്, കൂടെ അബൂ ഫാഹിത ഉണ്ട്. അവിടെ ചെന്നപ്പോ അബൂ മൂസൽ അശ്അരി അവിടെയുണ്ട്. ആ നേരത്തെ അലി റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാം അവരോട് സലാം പറഞ്ഞു. എന്നിട്ട് അബൂ മൂസൽ അശ്അരിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇദൻ ജിഇത യാ അബാ മൂസ അം സായിറ, നിങ്ങൾ വന്നത് രോഗിനെ കാണാനാണോ അതല്ല ജസ്റ്റ് ഒരു വിസിറ്റ് ആണോ? രണ്ട് രൂപത്തിൽ പോകുമല്ലോ, വെറുതെ ഒന്ന് കാണാൻ വേണ്ടി പോവുക രോഗിയെ. അപ്പൊ അബൂ മൂസൽ അശ്അരി അലി ഇബ്നു അബി ത്വാലിബിനോട് പറഞ്ഞു, ജിഇതു ആഇദ, ഞാൻ വന്നത് രോഗിയെ കാണാൻ, വെറുതെ വന്നല്ല, വെറുതെ ഒരു വിസിറ്റ് അല്ല, രോഗിയെ, രണ്ടിനും മാറ്റുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് അബൂ മൂസൽ അശ്അരിയോട് പറയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടു, മാമിൻ മുസ്ലിമി യഊദു മുസ്ലിമൻ ഉദ്വതൻ ഇല്ലാ സല്ലല്ലാ അലൈഹി 70,000 മലക്കിൻ ഹത്താ യുംസാ, ആരെങ്കിലും ഒരാൾ ഒരു രോഗിയെ രാവിലെ കാണാൻ പോയാൽ വൈകുന്നേരം വരെ അയാൾക്ക് 70,000 മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്താ മലക്കള പ്രാർത്ഥന? എന്താ മലക്കള പ്രാർത്ഥന? അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ആർക്ക്? ഞാൻ രോഗിനെ കാണാൻ പോയാൽ എനിക്ക് പുറത്തു കൊടുക്കുന്നതാണ് ആരെ പ്രാർത്ഥന? മലക്കള പ്രാർത്ഥന.
വൈകുന്നേരമാണ് അയാൾ പോകുന്നതെങ്കിൽ ഇല്ലാ സ്വല്ലാ അലൈഹി 70,000 മലക്കിൻ ഹത്താ യുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു മലക്കല്ല, 70,000 മലക്ക്. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മനുഷ്യന്മാർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഉത്തരം കിട്ടാൻ സാധ്യത കമ്മിയുണ്ട്, മലക്കാൾ പ്രാർത്ഥിച്ചാൽ. അപ്പൊ നമ്മളെ പാപങ്ങൾ പുറത്തരാൻ നമ്മൾ പോകുന്നതുകൊണ്ട് കിട്ടുന്നു. 6ാമത്തെ അന്തരങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്നാണ്. മഹാനായ മർവാൻ ഇബ്നു അബൂ ദാവൂദ് പറയാണ്, അതൈതു അനസ് ഇബ്നു മാലിക്, ഞാൻ അനസ് ഇബ്നു മാലിക്കിന്റെ അടുക്കൽ ചെന്നു. ഫഖുൽതു യാ അബാ ഹംസ, മർവാൻ ഇബ്നു അബൂ ദാവൂദ് അനസ് ഇബ്നു മാലിക്കിനെ അബൂ ഹംസ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്, വിളിപ്പേരാണ്. ഇന്നൽ മകാന ബഈദൻ വനഹ്നു യുഅജിബുനാ അൻ നഊദക, ഞങ്ങൾ ദൂരത്തു നിന്നാണ് വരുന്നത്, ഞങ്ങളെ കാണാം. രോഗിയാണ് അനസ് ഇബ്നു മാലിക്. നിങ്ങൾ രോഗിയായപ്പോ കാണാൻ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, വെറുതെ കാണുന്നതും രോഗിയായി കാണുന്നതും തമ്മിൽ മാറ്റേണ്ടതെന്നല്ലാണ്. നിങ്ങൾ രോഗിയാണ്, ഞങ്ങൾ ദൂരത്തു നിന്നാണ് വരുന്നത്, നിങ്ങളെ കാണുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അനസ് ഇബ്നു മാലിക് പോയ പണ്ഡിതൻ ആ ഒരു നിലക്കൊണ്ട് രോഗിയെ കാണുന്നതും ഇഷ്ടമാണ്. അതുകൊണ്ട് പറഞ്ഞപ്പോ അനസ് ഇബ്നു മാലിക് ഉയർത്തി അയാളങ്ങനെ നോക്കി. എന്നിട്ട് അനസ് ഇബ്നു മാലിക് പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അയ്യുമാ റജുലി യഊദു മരീലാ, ആരെങ്കിലും ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ ഫഇന്നമാ യഖൂലു ഫിർ റഹ്മാ, അവൻ അല്ലാഹുവിന്റെ കാരുണ്യം അവൻ ഇറങ്ങും. ഫഇദാ ഖഅദ ഇൻദൽ മരീലി അമർതുഹുർ റഹ്മാ, രോഗിയുടെ അടുക്കൽ ഇരുന്നാൽ കാരുണ്യം കൊണ്ട് അല്ലാഹു അയാളെ മൂടും. ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് റൂമിൽ പോയിട്ട് ഇങ്ങനെ പോന്നാല് കാരുണ്യം ഇറങ്ങും. അവിടെ ഇരുന്നാൽ ആരെടുത്ത് ഇരിക്കാൻ പറ്റുക നമുക്ക് അടുത്ത ഖുതുബയിൽ പറയാം. ഇരുന്നാൽ കാരുണ്യം കൊണ്ട് അല്ലാഹു എന്ത് ചെയ്യും? മൂടുമെന്നാണ്. ഇത് കേട്ടപ്പോ മർവാൻ ഇബ്നു അബൂ ദാവൂദിനോട് അനസ് ഇബ്നു മാലിക് പറയാം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ് ഹാദാ ലിസ്വഈഹി അല്ലദീ യഊദു മരീലാ, ഇത് രോഗിനെ കാണാൻ പോണ ആൾക്ക് കിട്ടുന്ന കൂലിയല്ലേ. അപ്പൊ രോഗിക്ക് എന്താ കിട്ടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ പാപങ്ങൾ എന്ത് ചെയ്യും? രോഗിയുടേത് പൊറുക്കപ്പെടുമെന്നാണ്. ആ 7ാമത്തെ അന്തരങ്ങൾക്ക് നമ്മുടെ സ്വർഗ പ്രവേശനത്തിന് കാരണമാണ് രോഗിയെ കാണാൻ പോവുക എന്നുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്ബഅ മിൻകുമുൽ യൗമ സായിമാ, ആരാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇന്ന് നോമ്പുകാരനായുള്ളത്? ഖാല അബൂബക്കർ അന യാ റസൂലല്ലാഹ്, അബൂബക്കർ കൈ ഉയർത്തി. ആജർ പറഞ്ഞു ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം ചോദിച്ചു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ആരാണൊരു ജനാസയെ പിന്നാലെ പോന്നത്? വീണ്ടും അബൂബക്കർ കൈ ഉയർത്തി. ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, മിസ്കീനിന് ആരാണ് ഭക്ഷണം കൊടുത്തത്? അബൂബക്കർ തന്നെ കൈ ഉയർത്തി. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീലാ, ആരാണൊരു രോഗിയെ കണ്ടത്? അബൂബക്കർ അല്ലാഹു പറഞ്ഞു ഞാനുണ്ട് പ്രവാചക എന്ന്. നോമ്പാണ്, താൻ പട്ടിണിയാണ്, വേറെ ആൾക്ക് തിന്നാൻ കൊടുത്തു. മരിച്ച ഒരാളെ പോയി കണ്ടു, പോരിന പോരല് ഒരു രോഗിനെയും കണ്ടു. റസൂലുള്ളാഹി പറഞ്ഞു മജ്തമഅന ഫീ ഇംരിഹിൻ ഇല്ലാ ദഖലൽ ജന്ന, ഇതൊക്കെ പാടെ ഒരാൾ ചെയ്താൽ അയാൾക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിൽ എന്തായാലും പോകും. ഇത് 4ഉം പാടെ ഒരുമിച്ചാട്ടോ പറഞ്ഞത്. അപ്പൊ പ്രത്യേകിച്ച് നോമ്പിനൊക്കെ പോവുക, നോമ്പിന് ഒരാൾക്ക് കൊടുക്കുക എന്നൊക്കെ അതിനുള്ള സംഭവം ഒരു അവസരം കൂടിയാണ് ചോദിക്കുന്നത്. മുഹറം 9ഉം 10ഉം നമുക്ക് വരുന്നത് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ ചില കൂലികൾ കിട്ടും. 8ാമത്തെ അന്തരങ്ങൾക്ക് സ്വർഗത്തിൽ പ്രത്യേകമായ സ്പെഷ്യൽ ആതിഥേയത്വം എന്ത് ചെയ്യും? കിട്ടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആദ മരീലാ ഔ സാറ അഖല്ലഹു ഫില്ലാ, ആരെങ്കിലും ഒരു രോഗിയെ കണ്ടാൽ, ഒരു സഹോദരനെ കണ്ടാൽ, നാദാഹു മുനാദി, ആകാശത്തൊന്നും വിളിച്ചു പറയും, അൻതിബുത വതോബ മംശാക, നീ ചെയ്തത് നല്ല പണിയാണ്, നിന്റെ നടത്തം നന്നായിരിക്കുന്നു. വതബവ്വഅത മിനൽ ജന്നതി മൻസിലാ, സ്വർഗത്തിൽ നിനക്ക് പ്രത്യേകമായ ഇടമുണ്ട് എന്ന് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യും? സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് അയാളെ പരിഗണിക്കും അല്ലാഹു. അതാണ് വിശുദ്ധ ഖുർആനിലെ നുസുലം മിൻ ഗഫൂരി റഹീം, അല്ലാഹുവിൽ നിന്നുള്ള ആതിഥേയത്വം. 9ാമത്തെ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായൊരു ഫലം ലഭിക്കുമെന്നാണ്. അതിനെപ്പറ്റി പറഞ്ഞപ്പോ റസൂലുള്ളാഹി ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹു മുസ്ലിം ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്ന ഹത്താ യറ, തിരിച്ചു വരോളം അയാൾക്ക് എന്ത് ചെയ്യും? ആ സ്വർഗത്തിലെ ഫലങ്ങൾ ലഭിച്ചുകൊണ്ടേ ഇരിക്കും, അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ. 10ാമത്തേത് ഒരാൾ രോഗിയെ കാണുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന 10ാമത്തെ മഹത്തന്തരങ്ങൾക്ക് അയാള് സന്ദർശിച്ചതിന്റെ ഫലമായിട്ട് അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നതാണ്. ഒരു മനുഷ്യൻ മറ്റൊരു നാട്ടിലുള്ള ഒരാൾ കാണാൻ പോയി.
ഫഅർസലല്ലാഹു അലാ മദ്റജതിഹി മലക. ആ മനുഷ്യന്റെ കൂടെ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കും. ഫലമ്മാ അതാ അലൈഹി, ആ മനുഷ്യൻ ആ രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകളുടെ ചോദ്യമുണ്ട്, ഐന തുരീദു, എന്തിനാ പോണത്? ആ മനുഷ്യൻ പറയുന്ന, അസൂറു അഖൻ ലീ ഫീ ആദിഹിൽ ഖറിയ, ഈ നാട്ടിലെ എന്റെ സുഹൃത്തിനെ കാണാനാണ്. അപ്പൊ മലക്ക് തിരിച്ചു ചോദിക്കുന്ന, ഹല്ലക അലൈക ഹല്ലഹു അലൈക മിൻ നിഅമത്തിൻ തർബുഹാ, വല്ല ഇടപാടുണ്ടോ, അല്ല കച്ചവടോ കല്യാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടപാടുണ്ടായിട്ടാണ് പോണോയ്ക്കും. ആ മനുഷ്യൻ മലക്കിനോട് പറയുന്ന, അള്ളാന്റെ മാർഗത്തിലാണ് കാണാൻ പോകുന്നത്. അപ്പൊ മലക്ക് പറയുന്നതാണ്, അള്ളാഹുവിന്റെ മലക്കാണ് ഞാൻ, ഫഇന്നി റസൂലുള്ളാഹി ഇലൈക, അള്ളാഹുവിനെ നിയോഗിച്ച മലക്കാണ് ഞാൻ. ഇന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹബ്ബതഹു ഫീ, ഇവൻ ഇഷ്ടപ്പെട്ടതുപോലെ അന്നെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ ഈ നീയത്ത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മൾ ആരോഗ്യത്തോടെ ഉണ്ടെങ്കിൽ നാളെ നമ്മൾ രോഗികളാകും. രോഗികൾ ആഗ്രഹിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാനും കമ്പനിക്കൊക്കെ കുറച്ചേരം കിട്ടിയെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, കിട്ടാറില്ല. പക്ഷെ നമ്മൾ രോഗിയാകുമെന്ന് മറക്കാതിരിക്കുക, പുണ്യങ്ങൾ നേടിയെടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ, നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ളലുസ് സൗം ബഅദ റമളാൻ ശഹറുല്ലാഹിൽ മുഹറം. പവിത്രമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അല്ലാഹു തആല പവിത്രമായ മാസം കൊണ്ട് തുടങ്ങി, പവിത്രമായ മാസം കൊണ്ട് വർഷം അവസാനിപ്പിച്ചു. മുഹറം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, ദുൽഹിജ്ജ കൊണ്ട് അവസാനിപ്പിച്ചു. ഇന്ന് മുഹറം നാട്ടിലൊക്കെ 3, ഇവിടെ എത്രയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളൊരു സമയം, പ്രത്യേകിച്ച് ചില ആളുകളൊക്കെ നഹ്സായി കാണുന്ന, ഒന്നും ചെയ്യൂല എന്ന് തീരുമാനിക്കുന്ന, അള്ളാഹു പവിത്രാക്കിയെടുത്ത് നഹ്സ ആചരിക്കുക, വല്ലാത്തൊരു വിരോധാഭാസമാണ്. അള്ളാഹ് പവിത്രാണ് എന്ന് പറയാ, മനുഷ്യന്മാരതിനെ നേരെ തിരിച്ച്. അപ്പൊ ഏറ്റവും നല്ല നോമ്പ് റമളാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറത്തിലേതാണ് എന്ന് കാണാൻ പറ്റും. ആ മുഹറത്തിൽ 9-നും 10-നും വസുഇല അൻ സിയാമി യൗമി ആശൂറ, 10ന്റെ നോമ്പിനെ പറ്റി ചോദിച്ചു പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങളൊക്കെ അതുകൊണ്ട് പൊറുക്കപ്പെടും. ആദ്യം മുസ്ലിമീങ്ങള് മക്കയിലായപ്പോ അവര് മുഹറത്തിന്റെ നോമ്പാണ് നോറ്റീനിയത്. പിന്നെയാണ് റമളാനിലെ നോമ്പ് ഫറലാക്കിയത്. അപ്പൊ മുഹറത്തിലെ നോമ്പ് എന്ത് ചെയ്തു, റുഖ്സ കൊടുത്തു. ലമ്മ ഖദിമ റസൂൽ ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത മുഹാജിറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മുഹാജിറായി വന്നപ്പോൾ വജദൽ യഹൂദ യസൂമൂന യൗമ ആശൂറാഇൻ, ആശൂറാഇന്റെ നോമ്പ് ഓലെ ശ്രദ്ധയില്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. യഹൂദികൾ മുഹറം 10-ന് നോമ്പ് വിൽക്കുന്നത് കണ്ടു. അപ്പോ ചോദിച്ചു, നിങ്ങൾ എന്താ നോമ്പ് വിൽക്കണ്? പറഞ്ഞു, മാ ഹാദല്ലദി യൗമല്ലദി തസൂമു. അപ്പൊ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീം, ഇത് വല്ലാത്തൊരു ദിവസമല്ലേ. നജല്ലാഹു ഫീഹി മൂസ വഖൗമ, ഫിർഔനും കൂട്ടരും വെള്ളം കുടിച്ച് മുങ്ങിച്ചത്ത് മൂസാ നബിയും കൂട്ടരും രക്ഷപ്പെട്ട ദിവസമല്ലേ ഇത് എന്ന്. അങ്ങനെ മൂസ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ വേണ്ടി നോമ്പ് വെച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബിനോട് ബന്ധമുള്ളത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, നോമ്പ് വെക്കും. അതുപോലെ പറഞ്ഞു, എന്താ അറിയോ, കണ്ടോ മുസ്ലിമുകൾ ഫുള്ള് യഹൂദികളെ കോപ്പി അടിക്കുന്നു, ഞങ്ങൾ 10 നോമ്പ് വെച്ചു, ഒരു 10 നോമ്പ് വെച്ചു എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നത്. അത് കുറച്ചൊരു കാഠിന്യം കൂടിയ കളിയാക്കലായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ അവരോട് എതിരായിക്കോളി, അവർ ചെയ്യണ എന്നെ ചെയ്യണ്ട, അവരിൽ നിന്ന് വൈരുദ്ധ്യമായിക്കോളി എന്നെന്ത് ചെയ്തു പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഫസോമഹു വഅമറ ബിസിയാമിഹി, നിങ്ങൾ മുഹറം 10 നോമ്പ് പറ്റുള്ളി. എന്നിട്ട് പറഞ്ഞു, ലഇൻ ബഖൈതു ഇലാ ഖാബിൽ, ഞാൻ അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ, അപ്പം ഉണ്ടായില്ല, ലഅസൂമന്ന താസിഉ വൽ ആശിർ, ഞാൻ 9 നോൽക്കും 10 നോൽക്കും എന്ന് പറഞ്ഞു. വേറെ റിപ്പോർട്ടിൽ കാണാം, സൂമു യൗമൻ ഖബ്ലഹു വ യൗമൻ ബഅദഹു ഖാലിഫുൽ യഹൂദ്, യഹൂദികളോട് നിങ്ങൾ എതിരായാൽ മതി, ഒന്നുമില്ല അതിന്റെ മുമ്പ് ഒരു ദിവസം നോക്കുക അല്ലെങ്കിൽ ശേഷം,
ഒരാൾക്ക് മുഹറം 9 നോക്കാൻ പറ്റില്ലെങ്കിൽ മുഹറം 11 എന്ത് ചെയ്യാം, 10 മാത്രമായിട്ട് അവരോട് എന്ത് ചെയ്യണ്ട, ഒരേപോലെ ആവണ്ട എന്ന് പറഞ്ഞു. യുസൂമു യൗമൻ ഖബ്ലഹു വയൗമൻ ബഅദഹു എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു പവിത്രമായ സമയമാണ്. അപ്പൊ ചില ആളുകൾ അത് നഹ്സായിട്ട് കണ്ടു, ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റൂല എന്നവരെല്ലാം എന്ത് ചെയ്തു, വിധി എഴുതി. വേറെ ചില ആൾക്കാർ അതിന്റെ പേരിൽ കുറെ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി. മുഹറം 1 ചൊവ്വാഴ്ചയായാൽ ഇന്ന പ്രശ്നം, ബുധനാഴ്ചയാൽ ഇത്രാമത്തെ പ്രശ്നം, ആകെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു. പിന്നെ വേറെ അധിക നിസ്കാരങ്ങളും ഇത്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറഞ്ഞു, മുഹറം 9 10 നോമ്പ് പറഞ്ഞിട്ടുണ്ട്, വേറൊരു സ്പെഷ്യൽ ഇബാദത്ത് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുക. ദീന് അടിസ്ഥാനങ്ങളിൽ നിന്ന് പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. പക്ഷെ അടിസ്ഥാനങ്ങളിൽ നിന്ന് പഠിക്കുന്നിടത്ത് നമ്മൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നു എന്നാണ്. നമ്മളെ ദുനിയാവിൽ കൊടുക്കുന്ന സമയം ആഴ്ചയിൽ 24x7 ദിവസം കൊടുക്കുന്നത് ദീൻ പഠിക്കാൻ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഒരു വെള്ളിയാഴ്ച ഖുതുബക്കല്ലാതെ നമ്മളൊക്കെ ദീൻ കേൾക്കുന്നത് എപ്പോഴാണ്? കഴിഞ്ഞൊരു ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ കാലങ്ങൾക്കു ശേഷം ഒരു ഖുതുബ ഓൺലൈനായിട്ട് കേട്ടു. അയാൾ കേരളത്തിലല്ല, അയാൾ വേറെ പുറത്താണുള്ളത്. ഭയങ്കര റാഹത്തായി എന്നാണ്. എന്നാൽ നമുക്കതിന് സമയമുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പല സ്ഥലങ്ങളിലും ഖുർആൻ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെയല്ല, തൊട്ടടുത്ത ശനിയാഴ്ച രാവിലെ ഫജറിന് ശേഷം ഖുർആൻ ക്ലാസ് തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തന്നെ മനസ്സിൽ കാണുക, നാളെയല്ല തൊട്ടടുത്ത ശനിയാഴ്ച 27-ാം തീയതി ശനിയാഴ്ച പഠിക്കാനുള്ള ഒരു ഒരുക്കം നമ്മൾ നടത്തുക. ദീനെ അസുലിൽ നിന്ന് പഠിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയുമ്പോഴേ തെറ്റിപ്പോകാതിരിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ നല്ലവരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. വലിയ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അള്ളാഹു അവർക്കെല്ലാം എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അള്ളാഹു എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. കുടുംബത്തോടെ ജന്നത്തിൽ ഒരുമിച്ച് ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു മസ്ജിദിൽ ഒരുമിച്ചതുപോലെ അള്ളാഹു എൻ്റെ വിശാലമായ സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്ന توفنا مسلمين والحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. عباد الله أقيموا الصلاة.